നീ എന്ത് തേങ്ങയാടി പറയുന്നത്? ഒരു വെഡിങ്ങിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ആക്ച്വലി വെഡിങ് നടക്കുന്നത് ഗുരുവായൂരാട്ടോ നടക്കുന്നത്. പറയാൻ പറ്റില്ല, കാരണം പോലീസിന്റെ കൃത്യനിർവഹണം വീഡിയോ എടുക്കാനുള്ള നിയമമുണ്ട്. അത് ശരിയാട്ടോ. നേരത്തെ ഞാൻ ഇത്ര പറഞ്ഞത് അല്ല, പുള്ളി ചോദിച്ചാൽ പറഞ്ഞ കാര്യമുള്ളൂ. സാറേ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഗൈസ് വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അറിയാലോ, ഞാൻ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇന്നും വന്നിരിക്കുന്ന ഒരു ബിഹൈൻഡ് ദ സീൻ ആയിട്ടാണ്. ബട്ട് ആക്ച്വലി ഇതൊരു ചുമ്മാ ഒരു ഷൂട്ടല്ല, ഒരു വെഡ്ഡിങ്ങിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിപ്പം കൂടുതലും ഫോട്ടോഷൂട്ട്, മോഡലിങ്, അങ്ങനത്തെ ഒക്കെ ബിഹൈൻഡ് ദ സീനൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി പിടിച്ചിട്ട് ഒരു വെഡ്ഡിങ് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആക്ച്വലി വെഡ്ഡിങ് നടക്കുന്നത് ഗുരുവായൂരാട്ടോ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഞാനുണ്ട്, നമ്മുടെ കൂടെ വരുന്ന പയ്യുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ സ്റ്റുഡിയോയിൽ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ രണ്ടുപേരുണ്ട്, വീഡിയോഗ്രാഫറുണ്ട്, നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം പുള്ളിയും പുള്ളിയുടെ കൂടെയുള്ള ആളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കയറ്റി അവരെ കാണിച്ചു തരാം കേട്ടോ, പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞങ്ങൾ മൊത്തം 4 പേരാണ് പോകുന്നത്. അപ്പോൾ നാളെ എന്ന് പറയുമ്പോഴത്തേനും നാളെ ഡേറ്റ് ഓക്കെ 26-ാം തീയതിയാണ് കല്യാണം. അതന്നെ ഞായറാഴ്ച. നല്ല തിരക്കാന്നാണ് പറഞ്ഞത്. എത്ര 200 സംതിങ് എങ്ങാണ്ട് കല്യാണം അവിടെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാകും എന്നറിയില്ല. അപ്പോൾ മാക്സിമം ആ തിരക്കിനിടയ്ക്ക് നല്ല രീതിയിൽ എടുക്കാൻ നോക്കും. ഇപ്പോൾ ഗുരുവായൂരും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഏറെക്കുറെ ആംബിയൻസ് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, അതിനിപ്പോൾ എന്താ പറയുക, അവിടെ വർക്ക് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ എല്ലാവരും വർക്ക് എടുത്ത ആൾക്കാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെയാണ് ആംബിയൻസ്, ആ ഒരു സ്പേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നല്ലപോലെ അറിയാം. സോ വേറെ ഫീലാട്ടോ അവിടെ വർക്ക് എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തന്നെ ബിഹൈൻഡ് ദ സീൻ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ എന്താ, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഒരു വന്നതിന് ശേഷം പാക്കണം. നാളെ ഫുള്ള് വൈറലാണ്. ഞങ്ങളപ്പോൾ ആക്ച്വലി പൊക്കോണ്ടിരിക്കുക കേട്ടോ. പൊക്കോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇനിയുണ്ട് ഇവിടുന്ന് 3 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുക, എനിക്കൊന്ന് ഉറങ്ങാനൊന്നും ടൈം കിട്ടൂലല്ലേ? ഉറങ്ങാനൊന്നും എന്തായാലും അവിടെ ചെന്ന ടൈം കിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും വെളുപ്പിനാവും. കുറച്ച് മുന്നേ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 3 മണിയാകുമ്പോഴത്തേനും ഒരുങ്ങാൻ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ 3 മണിയാവും. പിന്നെ എല്ലാം റെഡിയാക്കി പെറുക്കി വെച്ച് കുറേ ഇരിക്കുകയാണെങ്കിൽ ബാറ്ററി എല്ലാം കുത്തിയിടാണ്ട് എല്ലാം കൂടെ കുത്തിയിട്ടിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ ടൈം കിട്ടുമെന്നാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത്. സോ അത് കഴിഞ്ഞ് ഉറങ്ങി പിന്നെ ചെല്ലുമ്പോൾ അറിയാം, നാളെ തന്നെ പറഞ്ഞില്ലേ നല്ല തിരക്കാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു റീൽ ഞാൻ കണ്ടേ, നമ്മുടെ ഒരു ഫ്രണ്ടിനെയാണ് റീൽ ഞാൻ കണ്ടത്. അപ്പോൾ എന്താ പറയുക, ഫുള്ളാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡിനടക്കി നിർത്തിയിട്ടാണ് കപ്പിള് കാര്യങ്ങൾ, അതായത് അല്ലാതെ ഒരു സ്പേസ് അവർക്ക് കിട്ടാനുള്ള എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റീൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിക്കും കൂടി, അപ്പോൾ ഞങ്ങൾ നാളെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ കറക്റ്റ് ഇങ്ങനെ ആലോചിക്കും കൂടെ ചെയ്തോളൂ. അപ്പോൾ എന്താ പറയുക, പോലീസ് കുഴപ്പമില്ല, നിർത്തി ചവിട്ടി കൊള്ളാം. രാത്രി ആകുമ്പോഴത്തേന് ഈ ഒരു പെട്രോളിംഗ് ഉണ്ടല്ലോ സംഭവം, അതാണ്. ഞങ്ങള് ഗുരുവായൂർക്ക് പോവാ, വർക്കുണ്ട്. ഫോൺ നമ്പർ 70129999 026 ഗുരുവായൂർ കല്യാണം ഒന്നാണ്. ഫോണൊക്കെ പിടിച്ചിട്ട് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കിയാണ് ഇരിക്കുന്നത്. പറയാൻ പറ്റില്ല, കാരണം പോലീസിന്റെ കൃത്യനിർവഹണം വീഡിയോ എടുക്കാനുള്ള നിയമമുണ്ട്. അത് ശരിയാട്ടോ. നേരത്തെ ഞാൻ ഇത്ര പറഞ്ഞത്. അല്ല, പുള്ളി ചോദിച്ചാൽ പറഞ്ഞ കാര്യമുള്ളൂ. സാറേ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലല്ലേ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റൈറ്റ് ഉണ്ട്, എടുക്കാം. ഓക്കെ, അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മൊത്തത്തിൽ സിറ്റുവേഷൻ ഒന്ന് നോക്കിയിട്ട് മാക്സിമം ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ബാക്കി എല്ലാ ഷൂട്ടിൻ്റെയും ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം വെഡ്ഡിങ്ങിൻ്റെ അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഗുരുവായൂരും കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നിട്ട് മൊത്തത്തിൽ നോക്കിയിട്ട് വേണം എങ്ങനെയാണ് ബാക്കിയുള്ളത്. തിരക്കിൻ്റെ ഇടയ്ക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷേ എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ
ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ ഫുള്ള് റെഡിയായി കഴിഞ്ഞു. സംഭവങ്ങളെല്ലാം റെഡിയാക്കി പെറുക്കി വെച്ചു. ഞങ്ങൾ സെറ്റാണ്. ഇപ്പോൾ ബ്രൈഡിനെ വിളിച്ച് ആൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയ താമസിക്കാതെ റെഡിയാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ നേരെ ബ്രൈഡ് ഒരുങ്ങുന്നിടത്തേക്ക് ഇല്ല, ഒരുങ്ങുന്ന കുറച്ച് ഷോട്ട് കാര്യങ്ങളെല്ലാം കൂടെ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് 9 മണി കഴിയുമ്പോഴത്തേനും ഇനി ഞാൻ പറഞ്ഞ നല്ല തിരക്കുള്ള സമയം കൂടിയാണ്. ആക്ച്വലി നല്ല തിരക്കുള്ള സമയം കൂടി ആയതുകൊണ്ട് കുറച്ച് നേരത്തെ നമുക്ക് അവിടെ ചെന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അത്യാവശ്യം സിംഗിൾസ് എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പം ഒരുങ്ങി തീരുന്നതും കൂടെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഒരുങ്ങുന്നതിൻ്റെ കുറേ സിംഗിൾ പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ ഇരുത്തി ബാക്കി കുറേ സിംഗിളെല്ലാം കൂടെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ എന്തായാലും നൈസായിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങൾ ബ്രൈഡിൻ്റെ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ബ്രൈഡ് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. സോ അപ്പോൾ നമുക്ക് ആ മേക്കപ്പിൻ്റെ ഒരു സെക്ഷൻ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ആ ഒരു റൂമിൻ്റെ ആ ഒരു ആംബിയൻസ് വെച്ചിട്ട് തന്നെ ആ റൂമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് പടം എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ഷൂട്ടിന് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ സോണിയുടെ തന്നെ 7M3 എന്ന് പറഞ്ഞിട്ടുള്ള ബോഡിയും പിന്നെ അതുപോലെ തന്നെ ലെൻസായിട്ട് യൂസ് ചെയ്തത് 85, 35 എന്ന 2 ലെൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 85 വന്നിട്ട് ജി മാസ്റ്ററിൻ്റെ 1.4, അതുപോലെ തന്നെ 35 വന്നിട്ട് ജി മാസ്റ്ററിൻ്റെ 1.4. ഈ 2 ലെൻസാണ് ഞാൻ യൂസ് ചെയ്തത്. കൂടുതലും ഞാൻ ഈ ലെൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പെഷ്യലി 35 എൻ്റെ ഒരു ഫേവറേറ്റ് ലെൻസും കൂടിയാണ്. കാരണം നല്ലൊരു വൈഡ്, നമുക്ക് നല്ലൊരു ഔട്ട് ആ ലെൻസിൽ നമുക്ക് കിട്ടും. സോ വർക്ക് എടുക്കുന്നവർക്കാണെങ്കിൽ നല്ലപോലെ അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 85ൻ്റെ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വൈഡ് ആവശ്യമില്ല, വൈഡിൻ്റെ എനിക്ക് അത്ര ആവശ്യം വരുന്നില്ല. പെണ്ണിൻ്റെ ക്ലോസ് ആണ് എനിക്ക് കൂടുതലും വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്ന ഒരു മിററിൽ ബ്രൈഡിൻ്റെ റിഫ്ലക്ഷൻ അതാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്ലോസ് ഷോട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 85 ആണ് യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് ഷെയ്ഡ് വന്ന് ഒരു സൈഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോഡക്സിൻ്റെ തന്നെ LC500 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പോർഷൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം എല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാണിച്ചില്ലേ വീഡിയോക്കകത്ത് ക്രൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, ഞങ്ങൾ 2 പേർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൂടെയുള്ള ആൾക്ക് ഫോണും കൊടുത്തിട്ട് കയറാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്ക് എന്താ പറയുക, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. ആ ടൈമിലാണ് കാണിക്കാണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ഫോട്ടോസോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കാം എന്നുള്ള പ്ലാനിലിരിക്കുന്നു. അപ്പം അത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം കുറച്ച് പോർഷൻസ് കാരണം അതുപോലെ ഓട്ടമായിരുന്നു. ഓട്ടം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾക്ക് ഗുരുവായൂരിൽ തിരിച്ച് കോട്ടയത്തേക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ചവിട്ടി കുത്തിയാണ് വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല സമയം പോയി. പിന്നെ റിസപ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങളെന്താ കാണിച്ചു, സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കി പറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അതിൻ്റെ പോർഷൻസും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ കാണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സെറ്റിങ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളൊരു വെഡ്ഡിങ്ങിന് പോകുന്ന ടൈമിൽ എന്താണ് നമ്മൾ കൊണ്ടുപോവുക, എന്തൊക്കെ ലെൻസസാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഗിയറാണ് നമ്മൾ ആക്ച്വലി കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ അടുത്തൊരു ഇതിൽ പറയാം. കാരണം എല്ലാം കൂടെ ഞാൻ ഈ ഒരു ടൈമിൽ പറഞ്ഞു വിടാം എന്നുള്ള പ്ലാനിലായിരുന്നേ. പക്ഷെ അത് പറയാനുള്ള ടൈമോ കാണിക്കാനുള്ള ടൈമോ എന്തായാലും ഇപ്രാവശ്യം കിട്ടിയില്ല. ഞാൻ നെക്സ്റ്റ് ടൈം കാണിക്കാം. ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ.